ലൈഫിൽ നമുക്കറിയാം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഇതൊക്കെയാണ്. പക്ഷെ നമ്മൾ ആ ഇഷ്ടങ്ങളുടെ ആ ഒരു വഴിയാലായിരിക്കില്ല പോയി വന്നത്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത് ആ സമയത്ത് നമ്മളതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പൊ അവിടെ നമുക്ക് പല കാര്യങ്ങളും ട്രിഗറായിട്ട് വരും. അതായത് നമുക്കിപ്പോൾ വേണ്ടതൊരു ഒരു നല്ലൊരു ഭാവിയൊക്കെ ഉണ്ട്. പക്ഷെ ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു അത്യാവശ്യമാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങേണ്ടി വരത്തില്ലേ എന്നൊക്കെ ഉള്ളൊരു കാര്യം വരും. അവിടെ നമ്മൾ ഒന്ന് ഉള്ളിലേക്ക് ചോദിക്കും. കാരണം നമ്മൾ നമ്മുടെ എനർജി അത്രയും നമ്മുടെ എനർജി തീരാകുന്നത് നമ്മുടെ എനർജി നമുക്ക് വേണ്ടതൊക്കെ നമ്മളുടെ ഉള്ളിൽ കൊണ്ടുതരും. അത് നമ്മൾ നമ്മളിലുള്ളൊരു വിശ്വാസമാണ്. പലപ്പോഴും നമ്മൾ നമ്മളിലുള്ള ആ വിശ്വാസം മറ്റുള്ളവര് പറയുന്നത് കേട്ടിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. നീ ജോലിക്ക് ശ്രമിക്കില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സെൽഫ് ഡൗട്ട് തോന്നും. നമ്മൾ ഈ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നത് ശരിയല്ല. ഇവർ പറയുന്നത് മുന്നോട്ട് ഇറങ്ങിച്ചെല്ലണം, ആൾക്കാരുമായിട്ട് ഇടിച്ചു കയറി ഇടപെടണം, എല്ലാ ദിവസവും ഡിസിപ്ലിൻഡ് ആയിട്ട് അങ്ങനെ പോകാൻ ശ്രമിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഡിസിപ്ലിൻഡ് എന്ന് പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ജേർണിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. അപ്പൊ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഓവറായിട്ടുള്ള മാസ്കുലിൻ എനർജിയാണ്. അത് നമ്മുടെ പുതിയ മെട്രിക്സിൽ ഒരിക്കലും വർക്കാവില്ല എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഓവറായിട്ട് പണി ചെയ്യുമ്പോഴും ഓവറായിട്ട് ഇപ്പോൾ പി എസ് സി എന്ന് തന്നെ ഞാൻ പറയില്ല, മത്സര പരീക്ഷകൾക്കായാലും പഠിക്കുമ്പോഴും അതൊക്കെ എന്താണ്, ഓവറായിട്ടുള്ള മാസ്കുലിൻ എനർജിയാണ്. നമ്മൾ ആ ഫെമിനിൻ ഫ്ലോവിലേക്ക് അക്വേറിയസ് ഏജ് എന്ന് നമ്മൾ പറയില്ലേ, നമ്മുടെ ആസ്ട്രോളജിയിൽ പറയും. അപ്പോൾ നമ്മൾ ആ ഏജിക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും നമ്മുടെ ഫെമിനിൻ ഒരു കുറവുണ്ട് നമ്മുടെ പ്ലാനറ്റിൽ. അപ്പോ ക്രിയേറ്റീവ് എനർജി കൊണ്ടുവരേണ്ടി വരും. അതന്നെ. അപ്പൊ ആ ഫെമിനിൻ ഫ്ലോയിൽ നിന്ന് തന്നെയാണല്ലേ നമ്മുടെ ആ ഒരു ക്രിയേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ആ ഫെമിനിൻ എന്ന് പറയുന്നത് എന്താണ്, ക്രിയേറ്റീവ് എനർജിയാണ്. ആ ഒരു ഓവർ വർക്കിംഗ് ഒക്കെ ഒഴിവാക്കി നമ്മൾ സറണ്ടർ ആയി, ഓരോരുത്തർക്കും ഓരോ എനർജി ഉണ്ടല്ലേ, ഉള്ളിലാണല്ലോ കറൻസി എന്നുള്ളത്. ആ ശക്തിയാണ് നമ്മുടെ കറൻസി, ആ എനർജിയാണ് നമ്മുടെ കറൻസി. അപ്പോൾ ചുറ്റിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ ഇത് പട്ടിണി കിടക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ കറൻസി ഉള്ളപ്പോൾ നമ്മൾ എന്ത് പേടിക്കണം, അല്ലെ. നമ്മളെ ഡിവൈൻ ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് നോക്കുമ്പോഴാണ് പ്രശ്നം. ഇങ്ങനെ സർവൈവൽ ഫിയേഴ്സ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള ഒരു കാര്യം പറയാറുണ്ടല്ലോ അവര്. ചിത്ര ആ ജോബിന്റെ കാര്യമൊക്കെ പറഞ്ഞത് എനിക്ക് വളരെയധികം റെസൊണേറ്റ് ആയി തോന്നിയത് കൊണ്ടാണല്ലോ നമ്മളിപ്പോ ഈ ഒരു അലൈൻഡ് ആയിട്ടിരിക്കുന്നത്. എന്റെ ആ ഒരു അവേക്കനിങ് തുടങ്ങുന്ന സമയത്തൊക്കെ തന്നെയായിരുന്നു, അതായത് ഞാൻ സ്പിരിച്വാലിറ്റിനെ പറ്റിയിട്ട് അറിയുന്ന സമയത്തൊക്കെ ആയിരുന്നു ജോബിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിരുന്നതും ജോബ് കിട്ടുന്നതൊക്കെ എന്താണ്, ഓവറായിട്ട് എൻ്റെ എനർജി പോകുന്നത്, ഓവർ വർക്ക് ചെയ്യുന്നത് ഈ ഭയങ്കര മാസ്കുലിൻ എനർജി കൂടുതലുള്ള സ്ഥലങ്ങളിൽ. അതും എനിക്ക് അവർ ഭയങ്കര ഡിസെപ്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ആ ഒരു ഫൗണ്ടേഷനിൽ എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ജോബിൽ ഭയങ്കര ഡ്രെയിൻ ആവണു ഞാൻ. ചിലപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് എന്തെങ്കിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടാവും പിറ്റേ ദിവസം അത് ജോബിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എനിക്ക് കൊണ്ടുപോകേണ്ടി വരാം. അപ്പൊ രാത്രിയും പകലും പോയില്ലേ. അതുപോലെ അവിടെ എത്തുമ്പോൾ നമ്മളായിട്ട് റെസൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. അതും കൂടാണ്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് നെഗറ്റീവായ എക്സ്പീരിയൻസുകൾ വരും. പിന്നെ അത് മാത്രമല്ല, വേറൊരു മിററിങ് വരും. ഈ സമയം തന്നെ നമ്മുടെ പഴയ ആൾക്കാരും പഴയ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ട് നമ്മളോട് പറയും, നിനക്കെന്താ ഒന്നും ശരിയാവാത്തെ അല്ലേ, അവർക്കെല്ലാം ശരിയായി, ജോബുകളൊക്കെ ഇങ്ങനെ കിട്ടുന്നു, നീ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ, നീ എന്താ അങ്ങനെ ചെയ്യാത്ത, നിനക്ക് ഇതിനെ അപ്ലൈ ചെയ്തൂടെ, അതിനെ അപ്ലൈ ചെയ്തൂടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മുടെ മൈൻഡ് എന്ന് പറയണത് നിൽക്കുന്നില്ല. നമ്മുടെ മൈൻഡ് നമ്മുടെ ഭയങ്കര ഒരു ടെസ്റ്റിങ്ങിലാണ്, ഡിവൈൻ്റെ ഒരു ടെസ്റ്റിങ്ങിലാണ് നമ്മൾ ആ സമയം. നിനക്ക് പറ്റൂന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്നുള്ള രീതിയിൽ ഡിവൈൻ നമ്മളെ ഇറക്കി വിട്ടിരിക്കുക. ഈ ടോഡ്ലേഴ്സിനൊക്കെ പാഠം പഠിപ്പിക്കണ പോലെ, നീ ഇത്രയായിട്ട് പഠിച്ചില്ലെങ്കിൽ നിനക്ക് ഇപ്പൊ ഞാൻ തരാന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് വേക്കനിങ്ങിന്റെ ആ സമയത്താണ് ഈ ജോബായിട്ട് ഒരുപാട് ടവർ മൂവ്മെന്റ്സ് എനിക്ക് ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പോ നീ എന്നാ പഠിക്കുന്ന, നിനക്ക് ജോബിൽ നിന്ന് കുറെ പ്രശ്നങ്ങൾ അങ്ങോട്ട് വരട്ടെ അല്ലേ, നിനക്ക് നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരിന് പ്രശ്നങ്ങൾ വരട്ടെ, നീ നിന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല അല്ലേ, നിനക്ക് എണീറ്റ് നടക്കാൻ പറ്റാണ്ടാവട്ടെ, നിന്റെ ഹെൽത്ത് കേടായി പോവട്ടെ അല്ലെ, നീ എന്താ ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ അല്ലെ. അപ്പൊ ആ സമയത്താണ് എനിക്ക് കുറച്ച് മെമ്മറി ലോസ് ഒക്കെ ഉണ്ടായത്. അതായത് ഈ ജോബ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്തത് മത്സര പരീക്ഷ അല്ലേ അല്ലേ. പക്ഷെ ഭയങ്കര പ്രശ്നമാണ്, ബ്രെയിനിന് ഭയങ്കര കേടുള്ള കാര്യമാണ്. എന്താണ് ഞാൻ ഈ പഠിക്കുന്നത് അല്ലേ. അത് നമ്മൾ PSCക്കൊക്കെ പഠിക്കാന്ന് വിചാരിച്ചു, അത് നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോഴേ അറിയത് നമുക്ക് പറ്റുന്നതല്ല. നമുക്ക് ഇങ്ങനെ ഉള്ളിൽ തന്നെ തോന്നുന്നു ഇത് എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ തല നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് സൊസൈറ്റിയിലുള്ള എല്ലാവരും പറയുന്നു നീ PSC ട്രൈ ചെയ്യും അല്ലെ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു മത്സര പരീക്ഷ ട്രൈ ചെയ്യുമെന്ന് പറയുന്നു, എല്ലാവരും പറയുന്നു, ഇനി അതേ ഉള്ളു പരീക്ഷ. അപ്പൊ നമ്മൾ അതിലേക്ക്
അവരെ സന്തോഷപ്പെടുത്താൻ വേണ്ടി എന്നുള്ള രീതിയിൽ പോകും. നമ്മൾ ഇന്നർ നോയിങ് നമുക്കറിയാം ഇതല്ല. നമ്മളത് ട്രൈ ചെയ്യുമ്പോൾ ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായ സ്ട്രെസ് കൂടത്തേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക മെമ്മറി നമുക്കത് വേണ്ട ശരിക്കും പറഞ്ഞാൽ. അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിച്ച് നമ്മുടെ മെമ്മറി നിൽക്കുന്നില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അവിടെ നമ്മുടെ എനർജി പോവുകയാണ്. നമുക്ക് അതോടെ ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. നമുക്ക് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇരിക്കാനായിട്ടേ പറ്റത്തില്ല. അപ്പം അതും എനിക്ക് പെർഫെക്റ്റ് അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ. പിന്നെ ഞാനായിട്ട് അത് ചൂസ് ചെയ്യുകയാണ്. മെട്രിക്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യണതല്ല, എന്നാലും ഞാൻ പറയാം, നമുക്കറിയാം അത് സോൾഫുൾ അല്ല, നമ്മുടെ ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സോൾഫുൾ അല്ല. പിന്നെ നമ്മൾ ഭയങ്കര ലോസ്റ്റ് ആവും. പിന്നെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ല ചെയ്യണത് എന്നുള്ളതാണ്. ഒരു ലെവൽ കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ എന്തോ ഒരു ഡിപ്രഷനിലേക്കും, അല്ലെ, ഡിപ്രഷൻ എന്ന് പറയണത് ഈ ജോബ് കഴിഞ്ഞ് വരാവുന്നതാണ്. നമ്മളിങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? ഡിപ്രഷൻ ഉണ്ടാവും. നമുക്കൊരു ചേഞ്ച് വേണം. അപ്പൊ അങ്ങനെയും പോകുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. നമ്മുടെ ആ ഒരു ഇന്നർ കോളിംഗ് എന്ന് പറയുന്നത് വേറെ രീതിയിലും നമുക്കറിയാം നമ്മുടെ അവസ്ഥ, അല്ലെ, നമുക്ക് ടവർ മൊമെന്റ്സ് ഉണ്ടാവുന്നതും ആളുകൾ ബുള്ളീസ് ഒരുപാട് വരുന്നതും ഈ ഓവറായിട്ട് മാസ്കുലിൻ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ അല്ലേ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, എന്റെ മൈക്ക് ചെയ്യാൻ സമയം എടുക്കും. രണ്ടുപേരുടെയും മൈക്ക് പോയതേ.